പതിവില്ലാണ്ട് കുപ്പായൊക്കെ തന്നെ സ്നേഹം കാട്ടുമ്പോഴേ എനിക്ക് സംശയമുണ്ട് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇനി ഏക്കുട്ടി ഒരു സെക്കൻഡ് വിളിക്കണ പ്രശ്നമില്ല. ഇതങ്ങളെ ടൗസറും മുന്തോ കഴിച്ചുതരാം. നാട്ടുകാരെല്ലാരും ചേർന്ന് പോലീസ് സ്റ്റേഷനിലാക്കാൻ പോയതാ. ഇതിലും ഭേദം പോലീസ് സ്റ്റേഷനായിരുന്നു. ഇടി ഇത്രയും കിട്ടില്ലായിരുന്നു. നിങ്ങളെ പുറങ്കാലം കൊണ്ടടിച്ച കറുത്ത തള്ളല്ലേ? എനിക്ക് സംശയം അയ്മ വനിതാ പോലീസ് റിട്ടയർഡ് ആണോന്ന്. അത് സഹിക്കാം. ആ താടി വെച്ച ഭൂതം പോലെ എടുത്തില്ലേ, അവനൊരു പിടി പിടിച്ചിട്ട് എന്റെ കഴുത്തനക്കാൻ മേല. ചെറുപ്പക്കാരല്ലേ, ഒരു തമാശ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഇനി നമ്മൾ പഠിച്ചു പോയി. ഗുഡ് ബൈ. അമ്മ പോരുത്, ഒരു അബദ്ധം പറ്റിയതല്ലേ. നോ ടച്ച് മീ. ഇന്ന് ബൊംബായിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഡെയിലി വലിയ വലിയ ഹോട്ടലിന് എസ്റ്റിറ്റ് വിളിച്ചോണ്ടിരിക്കുക. എനിക്ക് അവിടുത്തെ എയർ കണ്ടീഷൻ ചെയ്ത കിച്ചണിൽ കിടക്കാനായിരിക്കും യോഗം. ഇവൻ ഒരുത്തരായതിനൊക്കെ കാരണം. ഇവൻ എവിടെങ്കിലും പോയ അടി ഉറപ്പല്ലേ. എവിടുന്ന് ഒരു പൂച്ചക്കണ്ണി പെണ്ണിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. അത് ശരി, അപ്പൊ കിട്ടിയത് കുറെ കണക്കായി പോയി. അല്ല, അപ്പൊ നിങ്ങൾ ശരിക്കും നിൽക്കാൻ കഴിച്ചല്ലേ? എന്നാൽ ആ വരവ് കണ്ടപ്പോഴേ ഉറപ്പാണ് അടി കിട്ടുമെന്ന്. അത് കിട്ടി ചെയ്ത്. അയ്യേ, അത് ഞങ്ങളിങ്ങനെ തമാശ. ഒന്നും മിണ്ടണ്ട, ഏ കുട്ടി അകത്ത് പോണം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് റെസ്പെക്ട് ചെയ്യുന്നു. ബോഡി അനക്കരുത്, ബോഡി അനക്കരുത്. മർമ്മം നല്ല അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അശ്വതി ഒന്ന് നിന്നേ. എന്താ ലീലേ? അശ്വതിക്ക് തരാൻ ഒരാളൊരു പാക്കറ്റ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആരാ കൊണ്ടുവന്നേ? വെളുത്ത് തടിച്ച് പൊക്കമുള്ള ഒരാളാ. താങ്ക്സ്. എന്താടി ഒരു പാക്കറ്റ്? തുറന്നു നോക്കട്ടെ. നിന്റെ രവിയേട്ടൻ തന്നയച്ചാവല്ലേ? ആയിരിക്കും. രവിയേട്ടാ, ഇതിനൊരു തീരുമാനം കണ്ടെത്തില്ലെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒന്ന് അടങ്ങ് എന്റെ പൊന്നു മോളെ. എടി, സുന്ദരികളായ പെമ്പിള്ളരെ കണ്ട നല്ല നട്ടലുള്ള ആമ്പിള്ളരാണെങ്കിൽ ഒന്ന് നോക്കിയെന്നിരിക്കും. പിന്നെ അല്പസ്വല്പം പഞ്ചാരടിച്ചൊന്നും ഇരിക്കും. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇതിൽ അനുഭവം കുറെ കൂടുതലുണ്ടായിരിക്കും അല്ലേ? അയ്യേ, ഞാനാണെങ്കിൽ സുന്ദരികളെ കണ്ട ആ സൈഡിലേക്ക് നോക്കാറേ ഇല്ല. അപ്പൊ നേരെ ആയിരിക്കും നോക്കുന്നത്. എനിക്കിപ്പോ രണ്ടിലൊന്നും അറിയണം. അവന്റെ ചെപ്പക്കുറ്റിക്ക് രണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പറ, ഞാൻ എന്റെ കൂട്ടുകാരികളെ കൊണ്ട് ചെരുപ്പൂരി തല്ലിക്കും. നീ ഒന്ന് സമാധാനപ്പെട്. അവനെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? അയ്യോ, മാറ്റിനിക്ക് സമയമായി. കേറ്. മിസ്റ്റർ മാത്യു നാരായൺ കോശി, എങ്ങനെയുണ്ട് എന്റെ അശ്വതി? അശ്വതിയുടെ വീർപ്പൂട്ടൽ കണ്ടപ്പോ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ്. പറയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. കുരങ്ങ് കളിപ്പിക്കാൻ നോക്കിയെന്നും പറഞ്ഞ അവള് ചൂടാവും. പിന്നെ കോശി എങ്ങാനും പറഞ്ഞാ പാര വെക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ അവൻ ചൂടാവും. വേണ്ട, തൽക്കാലം ഇങ്ങനെ തന്നെ പോട്ടെ. ഏതായാലും കോശി മുട്ടയടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ആ, ഇത് പാക്ക് ചെയ്തു. ഇതും കൂടി. ഈ പ്രേമം എന്നൊക്കെ പറയുമ്പോ ഒരുതരം കളിതമാശായി മാത്രമേ ഇതുവരെ ഞാൻ കണ്ടിരുന്നുള്ളൂ. പക്ഷെ റോസ് മേരിയുമായിട്ട് അടുത്തപ്പോ എന്തൊക്കെയോ നേടി എന്നൊരു തോന്നൽ. എന്താ ഒന്നും പറയാത്ത? എന്ത് പറയാൻ? മാത്യു പറയുന്നത് കേൾക്കുന്നതാണ് എനിക്കിഷ്ടം. ആ പിന്നെ വല്യമ്മച്ചി പറയുന്നതേ മേരി മോളെ കെട്ടുന്നത് ഒരു കത്തോലിക്കൻ തന്നെ ആയിരിക്കണമെന്നാ. അയ്യോ, ഞാൻ ശുദ്ധ കത്തോലിക്കനാണേ. ഈ സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കെന്ന് പറഞ്ഞ പോലെയാ. നിന്റെ വല്യമ്മച്ചി കണ്ട എന്റെ ശരീരം മുഴുക വിറയാൻ. എങ്ങനെയാ ഒന്ന് കയ്യിലെടുക്കുക? അയ്യോ, ആള് കാണുന്നത് പോലെയല്ല. വല്യമ്മച്ചി വെറും പാവാ. കയ്യിലെടുക്കാൻ ഈസി അല്ലേ? ആ, അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ?
അല്ല പട്ടി അല്ല കാളയിറച്ചി കാളയിറച്ചി ഇറച്ചിയോ ആ. കാളർച്ചിയോ ആ. എടി മോളെ ഒരു 2 കിലോ ഇല്ലാത്ത നോക്കി തൂക്കി മേടിച്ചു എടാ ചാക്കോ അമ്മച്ചിക്കിനെ മനസ്സിലായില്ലേ അന്ന് മോളെ ഒരാള് ശല്യപ്പെടുത്താൻ വന്നപ്പോ ഞാൻ ഇടിച്ചോടിച്ച് ബൈക്ക് മോനിപ്പോ കാളർച്ചി കച്ചവടാണോ? അയ്യേ എന്നാലേ ചാക്കോ ഒരു 3 കിലോ തൂക്കി മേടിച്ചു. ഇന്ന് വെട്ടിയതാണോടാ? അയ്യേ ഇത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നല്ല ഞാനൊരു സന്തോഷത്തിന് വേണ്ടി മുഴുവനായിട്ട് അമ്മച്ചിക്ക് വേണ്ടി കൊണ്ടുവന്ന അതോട്ട് കൊണ്ടുപോടേ ഇന്നെന്റെ ബർത്ത്ഡേയാ ആ മോന്റെ ബർത്ത്ഡേ ആണല്ലേ. അതോട്ട് കൊണ്ടുപോടേ ദേ തന്റെ ഓശാരമൊന്നും ഇവിടെ വേണ്ട. അല്ല നീ പോടി ഒന്ന് മോനെ അകത്തിയല്ലേ ഫാൻ ഇട്ട് കൊടുക്കും. എവിടെയാ ഫാൻ ചാക്കോ ഇറക്കി വെക്കും ഇങ്ങോട്ട്. ഒന്ന് പിടിച്ചേ. പാടത്തെ പണിക്കാരുടെ കാര്യമൊന്നും പറയണ്ട. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ തറവാടിന്റെ 7 അയലൊക്കെ അടുക്കില്ലായിരുന്നു. എന്താ ചെയ്യ ഇക്കാലത്ത് ശുദ്ധം അശുദ്ധം ഒന്നും ഇല്ലാണ്ടായി. അതാ വന്നല്ലോ. അമ്മാവൻ എപ്പോ വന്നു? 5:30 ഫാസ്റ്റിന്. എന്നെ ഒന്ന് അറിയിക്കായിരുന്നില്ലേ? ഞാൻ വരുമായിരുന്നല്ലോ. എന്തിന്? എനിക്ക് കൊല്ലം വരെ ഒരു കേസിന്റെ കാര്യമായിട്ട് വരേണ്ടി വന്നു. അപ്പൊ നിന്നെ അശ്വതി ഒന്ന് കണ്ടേച്ച് പോകാലോ എന്ന് കരുതി. ആ നീ എന്താ ഇത്ര വൈകിയത്? വണ്ടി വഴിക്ക് വെച്ച് കേടായി. വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് വന്നിരിക്കുക. അമ്മാവൻ ഞാൻ ഈ പെട്ടി ഒന്ന് ആ വെച്ചിട്ട് സംഗതി ആ കുഴഞ്ഞല്ലോ സ്വാമി. എന്താ? ആ മാത്യു എങ്ങാനും കയറി വരുമ്പോ ഇങ്ങേരെ അശ്വതിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി ആകെ കുളവാവും. ഇപ്പൊ എന്താ ഒരു വഴി? എന്തെങ്കിലും ചെയ്യാം. താനും കൂടി ചെല്ല്. യാത്ര കഴിഞ്ഞ് വന്നോണ്ട് നല്ല ക്ഷീണം ഉണ്ടാവൂലേ? ഏയ് എനിക്കൊരു ക്ഷീണമില്ല. ഇതാരുടെ കിടന്ന് അമർന്നത് പോത്തമർന്ന മാതിരി പിന്നെ ആരെയും മരിച്ചു കയറ്റിയാ പിന്നെ അമർന്നുണ്ടല്ലോ ഇന്ന് ഞാൻ എന്റെ അമ്മാവനാ. നിന്റെ അമ്മാവൻ ആ എന്റെ സ്വന്തം അമ്മാവൻ. മൂപ്പർ 2 വീശിയേച്ച് കിടക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാടി കുളവാക്കും. നീ ലൈറ്റ് അണച്ചേച്ച് അപ്പുറത്തോട്ട് കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്റെ ഒരു കാര്യം അമ്മാവനെയൊക്കെ വലിച്ചു കയറ്റി എന്റെ ഡബിൾ കോട്ട് ഇല്ലാതാക്കും. ഇതിനേക്കാളും നല്ലത് ആ AC കോച്ച് റെസ്റ്റോറന്റ് തന്നെ ആയിരുന്നു. ഒരു ഈച്ച. രവിയുടെ അമ്മാവൻ വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. എവിടെ? വെളുപ്പിനെ കൊണ്ടുപോയി സിറ്റി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ചിങ്ങത്തിൽ തന്നെ കല്യാണം നടത്താം. ശരി, നാട്ടിൽ ചെന്ന ഉടനെ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളാം. ആയിക്കോട്ടെ. അവിടെ ആര്? try me chocolate. ഏ? You try me chocolate. എന്താ എന്താ? അല്ല, അശ്വതിയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയിരുന്ന ഒരുത്തനാ ഇരിക്കുന്നത്. എന്ന് അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. വേണ്ട ചാ. വേണ്ടമ്മാവ, ബഹളം ഉണ്ടാക്കണ്ട. ഇവിടുത്തെ SI എന്റെ ക്ലോസ് ഫ്രണ്ടാ. അയാളോട് ഞാൻ വിളിച്ചു പറയാം. ഇവനെ അങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ഐ എം വെരി സോറി. ക്ഷമിക്കണം. സോറി. സാറേ, ഇയാൾ കൂടി ഇരിക്കാനാണ് ഞങ്ങൾ രണ്ടുകൂടെ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾ കടന്നിരിക്കുക ഇല്ലേ? ഓടപ്പട്ടി. അതാ പാரு. അത് ബാലസുബ്രഹ്മണ്യം താനേ? ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം. ബാലസുബ്രഹ്മണ്യ പോളിസിഡിയ എങ്കേ? അതിനല്ല കുട്ടി, ഇവിടെ ഇരുന്ന ആള് ബാലസുബ്രഹ്മണ്യൻ അല്ലേ? അല്ല, മാത്യു നൈനാൻ കോശി. എന്താ? ഇല്ല, ഒന്നുമില്ല. நான் அப்பவே சொல்லிலையா? ஆனா அவரை பார்த்தா அப்படியே இருக்குங்க. കമലു, ഒരാളുടെ മാതിരി 9 ആള് ലോകത്തിലുണ്ട്. നമ്മുടെ മോഹൻലാലിന്റെ പോലെ മദൻലാൽ ഒരാളില്ലേ, ബാക്കി 8 ഉണ്ട്. എന്താ ചെയ്യാ നമ്മള്? அப்படியா? നിനക്ക് വേണം ഒരെണ്ണത്തിന്? എന്നാ വാ, ഇവിടെ ഇല്ല, അപ്പുറത്തുണ്ട്. വാ എന്റെ കൂടെ. നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? അതിപ്പോ ഇതിനകത്തൊരാൾ വരുന്നതിനാ? എന്നാ അതിന് തന്നെ ഞാനും വന്നു. എന്തായി? ഞാൻ SIക്ക് ഫോൺ ചെയ്തു. അയാൾ ഉടനെ ഇവിടെ എത്തും. അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് പൊയ്ക്കോളാൻ SI പറഞ്ഞു. അതിന് SIക്ക് ആളെ അറിയാമോ? അതൊക്കെ ഞാൻ അടയാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന ആളുകളെ അറിയിച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. വേണ്ടതൊക്കെ അയാൾ ചെയ്തോളും. വെയിറ്റ്. എന്നാ വാ. എന്താ ഇങ്ങോട്ട് പോകുന്നത്?
ആ സ്ത്രീക്ക് വട്ടാണ്, എന്തായാലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. എനിക്കും തോന്നി അവർ എന്നോട് ചോദിക്കുക മാത്യു ബാലസുബ്രഹ്മണ്യം അല്ലേന്ന്. ഹ, അത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇന്നാളൊരു ദിവസം എന്റെ ഒരു കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചിട്ട് അബ്ദുൾ ഗഫൂർ അല്ലേന്ന്. അയ്യോ പാവല്ലേ. ഓരോരുത്തരുടെ വിധി.